നമസ്കാരം, അനുജാസ് ടീച്ചിങ് ആസ്പിരൻസിലേക്ക് ഏവർക്കും സ്വാഗതം. UP ഇന്റർവ്യൂ വരാനായി അല്ലെ? ജൂൺ ജൂലൈ മാസത്തില് നമുക്ക് UP ഇന്റർവ്യൂ പ്രതീക്ഷിക്കാം. അപ്പൊ ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി മടി പിടിച്ചിരിക്കാതെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാനുള്ള സമയമായി. അപ്പൊ നിങ്ങൾ PSC പഠനത്തിനോടൊപ്പം തന്നെ UP ഇന്റർവ്യൂവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പഠിച്ച് കയ്യിലുള്ള ഒരുപാട് അറിവുകളുണ്ട്. അവ മറന്നു പോകാതിരിക്കാനായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്റർവ്യൂ ആസ്പെക്റ്റിൽ ഇനി കാര്യങ്ങളെ നോക്കി കാണാനായി പഠിക്കുക. അപ്പൊ ഇന്റർവ്യൂവിന് ഒന്നും വലിയ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ആരുടെയും വിശ്വാസത്തെ നമ്മൾ മാറ്റിമറിക്കുന്ന ഒന്നുമില്ല. നിങ്ങളിൽ കോൺഫിഡന്റ് ആണെങ്കിൽ അതൊക്കെ തന്നെ മതിയാകും. പക്ഷെ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടി എഫേർട്ട് എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് വായിച്ചു നോക്കുക, പുസ്തകങ്ങൾ പരിചയപ്പെടുക, ചോദിച്ച ചോദ്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോ കഴിഞ്ഞ LP ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഒന്ന് കളക്ട് ചെയ്ത് അതിനെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ LP ഇന്റർവ്യൂവിന് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് കുറേ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ LP ഇന്റർവ്യൂവിന്റെ കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളിലേക്ക് UP-കാരോടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് തന്നെ, കാരണം നമ്മളെ സിലബസ് എല്ലാം ഒന്ന് തന്നെയാണ്, നിങ്ങൾക്ക് അത് അറിയാവുന്നതാണ്. അതേ ചോദ്യം അതേ പാറ്റേൺ ഒക്കെ ആകാനും ഒരു സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ ആ ചോദ്യങ്ങളൊക്കെ 2025 ചോദിച്ച മറ്റ് ജില്ലകളിലെല്ലാം ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് സീരീസ് ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. പിന്നെ പറയാനുള്ളത്, പാഠപുസ്തകം മസ്റ്റ് ആയിട്ട് നോക്കുക. അവനവന്റെ സബ്ജക്റ്റിനെ കുറിച്ച് തറവുമായിട്ട് നോക്കി വെക്കുക. നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് LP ഇന്റർവ്യൂവിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ആ ചോദ്യത്തെ നമ്മൾ ഓരോ ദിവസവും ഇതുപോലെ ഓരോ ചോദ്യങ്ങൾ കൊണ്ടുവന്ന് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളിലേക്ക് ഓരോ ചോദ്യങ്ങളായി എത്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒന്നിലധികം ചോദ്യങ്ങൾ ചേർത്ത് നമുക്കൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് പപ്പട്രിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ചോദിച്ച ചോദ്യമാണ്. പപ്പട്രി എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെയുള്ള രീതിയിലേക്ക് ചോദ്യം വന്നിരുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഓപ്ഷൻ ആയിട്ട് എടുത്ത ഇംഗ്ലീഷ് സബ്ജക്ട് മെയിൻ ആയിട്ടുള്ള ആളുകളോട് ചോദിച്ചിരുന്നു. പക്ഷെ അവരോട് മാത്രമായിട്ടുമല്ല ചോദിച്ചത് എന്നതുകൊണ്ട് നമുക്ക് എല്ലാവരും ഇതൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. എങ്കിലും നമുക്കൊന്ന് നോക്കാം. പപ്പട്രി ഇൻ ദ ക്ലാസ് റൂം എന്നാണ് ഞാൻ ഈ സ്ലൈഡിന് പേര് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പൊ ഇത് ഒരു ഇന്ററാക്റ്റീവ് ടീച്ചിങ് ടൂൾ ആണ് എന്ന് നമുക്ക് പറയാം അല്ലെ? കുട്ടികളുമായി നന്നായി ഇന്ററാക്ട് ചെയ്യാൻ, നമ്മളുടെ ആശയങ്ങളെ അവരിലേക്ക് എത്തിക്കാനൊക്കെ ഉള്ള ഒരു ടീച്ചിങ് ടെക്നിക് എന്നോ ടൂൾ എന്നോ ഒക്കെ നമുക്ക് ഇതിനെ പറയാവുന്നതാണ്. അപ്പൊ പപ്പട്രി എന്താണ് എല്ലാവർക്കും അറിയാം അല്ലെ? Puppetry is an art form where puppets are used for storytelling, education and entertainment. ഇപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിനോ എഡ്യൂക്കേഷനോ എന്റർടൈൻമെന്റിനോ ഒക്കെ വേണ്ടിയിട്ട് പപ്പറ്റ്സ് ഉപയോഗിക്കുന്ന ആ ഒരു ആർട്ട് ഫോമാണ് പപ്പട്രി എന്ന് പറയുന്നത്. ഇറ്റ് മേക്സ് ലേണിംഗ് എൻഗേജിങ് ആൻഡ് ഇന്ററാക്റ്റീവ്. നമുക്കറിയാം, ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടികളും അതുപോലെ അധ്യാപികയും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് ആണ്. അതുപോലെ പിയർ ഗ്രൂപ്പ് അല്ലെ, ക്ലാസ് റൂമിലെ മറ്റു കുട്ടികൾ എല്ലാവരും തമ്മിലുള്ള ഇടപെടലുകളാണ്, എൻഗേജ്മെന്റ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എൻഗേജ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സും ടെക്നിക്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് പപ്പട്രി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ലാംഗ്വേജ് ക്ലാസ് റൂമുകളിൽ, ലാംഗ്വേജിൽ മാത്രമല്ല സയൻസിലും സോഷ്യൽ സയൻസിലും എല്ലാം നമുക്കിത് നമ്മളുടെ ആശയം നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ പപ്പട്രി ഈസ് an art form where puppets are used for storytelling, education and entertainment. Okay. ബെനിഫിറ്റ്സ് ഓഫ് പപ്പട്രി ഇൻ ദ ക്ലാസ് റൂം, ഇതൊക്കെയാണ് ചോദിച്ചത് കേട്ടോ. ക്ലാസ് റൂമിൽ പപ്പട്രി എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾക്ക് എന്തൊക്കെ ശേഷികൾ നേടാൻ കഴിയും തുടങ്ങിയ രീതിയിലെല്ലാം ചോദ്യങ്ങൾ വരാം. അപ്പം എന്തിനാണ് നമ്മൾ പപ്പട്രി ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന ഒന്നാണ്, ക്ലാസ് റൂം പ്രവർത്തനാധിഷ്ഠിതമാണ് അല്ലെ? അപ്പോൾ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് പപ്പട്രി എന്ന് പറയുന്നത്. ആ പപ്പറ്റ്സ് ഒക്കെ കുട്ടികൾ കൂടി നിർമ്മിക്കുമ്പോൾ അവിടെ ആർട്ടും കൂടിയാണ് നടപ്പിലാകുന്നത്. നിലവിലത്തെ പാഠപുസ്തകം പരിശോധിച്ചാൽ ആർട്ടിന് നല്ല മുൻതൂക്കം നൽകിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പപ്പട്രി എന്ന് പറയുമ്പോൾ നമുക്കതിനെ പല സബ്ജക്റ്റുകളെ ഉദ്ഗ്രഥിപ്പിച്ചുകൊണ്ട് നടത്താവുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം.
എൻകറേജസ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അപ്പൊ പപ്പട്രി എന്ന് പറയുന്നത് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനെ എൻകറേജ് ചെയ്യുന്നതാണ്. കുട്ടികളിൽ ആക്റ്റീവായിട്ട് പപ്പട്രിയിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എൻഹാൻസസ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ആശയങ്ങൾ പ്രകടിപ്പിക്കണമെങ്കിൽ ഭാഷ ആവശ്യമാണ് അല്ലെ. അപ്പോൾ നമ്മൾ പപ്പട്രിയിലൂടെ എന്ത് ആശയമാണോ ക്ലാസ് റൂമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആ ആശയത്തെ കുറിച്ച് എന്ത് ചെയ്യേണ്ടി വരും, ആശയങ്ങൾ പരസ്പരം കൈമാറേണ്ടി വരും. ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തനങ്ങൾ നമ്മൾ ആസൂത്രണം ചെയ്യും. ഏറ്റവും നന്നായി അവതരിപ്പിക്കുന്ന ഗ്രൂപ്പിന് പ്രോത്സാഹനം ഉണ്ടാവും. അപ്പൊ അത് തങ്ങളുടെ ഗ്രൂപ്പ് ആയിരിക്കണം എന്ന വാശി കുട്ടികൾക്കിടയിൽ ഉണ്ടാവും. അവർ പരസ്പരം ആശയങ്ങൾ കൈമാറ്റം ചെയ്ത് നല്ല ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളുടെ ക്ലാസ് റൂമുകളിൽ നടക്കാൻ പോകുന്നത്. അപ്പൊ പപ്പട്രിയുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ അത് എൻഹാൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മേക്സ് കോംപ്ലക്സ് ടോപ്പിക്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. നമുക്കറിയാം നമ്മളുടെ ക്ലാസ് റൂമുകളിൽ വ്യത്യസ്ത നിലവാരത്തിലുള്ള കുട്ടികളാണ്. ചിലർക്ക് വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാനാകും. മനുഷ്യരുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് അതല്ലെ. വിഷ്വൽ ആയിട്ട് ഉള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കൂടുതൽ നേരം തങ്ങി നിൽക്കാറുണ്ട്. അപ്പോ അതൊക്കെ കൊണ്ടാണ് നമ്മളിപ്പോ വിവര സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ മേക്സ് കോംപ്ലക്സ് ടോപ്പിക്സ് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മൾ പപ്പട്രി ഉപയോഗിച്ചാൽ പപ്പറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ പാവ അല്ലെ, അപ്പൊ അവയൊക്കെ ഉപയോഗിച്ചുള്ള ഈ ഒരു പഠന രീതി കൊണ്ടുവരുമ്പോൾ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള വളരെ പ്രയാസമുള്ള ടോപ്പിക്കുകളെയൊക്കെ വളരെ ഈസി ആയിട്ട് ഒരു കഥ പോലെ കുട്ടികളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാകും. അപ്പൊ ഈ ഒരു പപ്പട്രിയോട് താല്പര്യം കുട്ടികൾക്കുണ്ടാകും. അവർ ശ്രദ്ധയോടെ ഇരിക്കും. പുതുതായിട്ടൊരു കാര്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള താല്പര്യം മനുഷ്യ സഹജമാണ് അല്ലെ. അപ്പൊ അവര് അതിൽ താല്പര്യത്തോടെ ഇരുന്ന് കുട്ടികൾ ഇത് കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കും. അപ്പം പഠന നിലവാരം താഴ്ന്നു നിൽക്കുന്ന കുട്ടികളുണ്ട്, പഠന പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവർ, അവർക്ക് കൂടി ഇത് ഉപകാരപ്രദമാണ്. അതുപോലെ പഠന നിലവാരം ഉയർന്ന കുട്ടികൾക്കോ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ള ഒരു മേഖല കൂടിയായിട്ട് നമുക്കിതിനെ കാണാനാകും അല്ലെ. അവർക്ക് കൂടുതൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാനൊക്കെ കഴിയുന്നുണ്ട്. അവർക്കെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലവാരത്തിലുമുള്ള ആളുകൾക്ക് അനുയോജ്യമായ ഒന്നാണ് പപ്പട്രി എന്ന് നമുക്ക് പറഞ്ഞുകൂടെ. പ്രത്യേകിച്ച് LP ക്ലാസ്സിലാണ് ഇത് ചോദിച്ചത്. UP തലത്തിലും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത് കേട്ടോ. ബൂസ്റ്റ് കോൺഫിഡൻസ് ഇൻ സ്റ്റുഡൻസ്, എൻകറേജസ് കൊളാബറേറ്റീവ് ലേണിംഗ്. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, കൊളാബറേറ്റീവ് ലേണിംഗിന്റെ കാര്യം പറഞ്ഞതാണ്. ആശയങ്ങൾ പരസ്പരം കൈമാറണം, ഉത്തരവാദിത്തങ്ങൾ കുട്ടികൾ വിഭജിച്ചെടുത്ത് അവരെന്ത് ചെയ്യണം, ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ഗ്രൂപ്പിന്റെ വിജയം അവരുടെ വിജയമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നല്ലൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും കുട്ടികളും ഒന്നിച്ച് എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും കൊളാബറേഷൻ ഉണ്ട്. അതുപോലെ കോൺഫിഡൻസ് കുട്ടികളിൽ ഉണ്ടാക്കുന്നു അല്ലെ. നല്ല വിജയകരമായിട്ട് അവർക്ക് ഈ ഒരു പപ്പട്രി നന്നായിട്ട് നടപ്പിലാക്കാൻ കഴിയുമ്പോൾ അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് എല്ലാത്തിനെയും നോക്കി കാണാനായിട്ട് ഇടയാകുന്നു. നമുക്ക് നന്നായി ആശയങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട്, അവയെ സ്റ്റേജിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് തുടങ്ങിയ തിരിച്ചറിവുകൾ കുട്ടികളിലേക്ക് ഉണ്ടാക്കാൻ ഈ ഒരു പപ്പട്രി എന്ന് പറയുന്ന മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇതിനകത്ത് നമുക്ക് അപ്രസക്തം എന്നൊക്കെ ചില പോയിന്റുകൾ കേൾക്കുമ്പോൾ തോന്നും. പക്ഷെ ഈ പോയിന്റുകളെല്ലാം തന്നെ നമ്മളോടൊരു കാര്യം പപ്പട്രിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കുമ്പോൾ എല്ലാ പോയിന്റും നമുക്ക് പറയാൻ പറ്റണം. അതും കുറഞ്ഞ സമയത്തിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റണം എന്നുള്ളത് കൊണ്ടാണ് എല്ലാ പോയിന്റ്സും നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പപ്പട്രി എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് പറഞ്ഞു. ഇനി ടൈപ്സ് ഓഫ് പപ്പട്രി. ഹാൻഡ് പപ്പറ്റ്സ് ഉപയോഗിക്കാറുണ്ട്, അതായത് ഗ്ലോ പപ്പറ്റ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കയ്യിൽ കയ്യുറ പോലെ ഇട്ടിട്ട് ഉള്ള പപ്പറ്റ്സിനെയാണ് ഹാൻഡ് പപ്പറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഫിംഗർ പപ്പറ്റ്സ് ഉണ്ട് അല്ലെ. ഓരോ ഫിംഗേഴ്സിൽ നമ്മൾ പപ്പറ്റ്സ് ഇട്ടിട്ട് നമ്മൾ കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കാറില്ലേ. പ്രത്യേകിച്ച് ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മദർ ഫിംഗർ, ഫാദർ ഫിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഫിംഗർ പപ്പറ്റ്സ് ഉപയോഗിച്ച് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇത്തരത്തിലും പപ്പറ്റ്സ് ഉണ്ട്. പിന്നെ റോഡ് പപ്പറ്റ്സ് ഉണ്ട്, അതായത് ഒരു നീണ്ട വടിയിൽ പപ്പറ്റ്സ് വെച്ചിട്ട് അവയെ ഉപയോഗിച്ച് കുട്ടികൾക്ക് ആശയങ്ങൾ കൺവേ ചെയ്യുന്ന രീതിയാണ് റോഡ് പപ്പറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രിങ് പപ്പറ്റ്സ് ഉണ്ട്.
സ്ട്രിങ് പപ്പറ്റ്സ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. നമ്മൾ പാവക്കൂത്തിനകത്ത് കണ്ടിട്ടുണ്ട് സ്ട്രിങ്ങുകൾ ഉപയോഗിച്ച്, ചരടുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന പപ്പറ്റ്സ്. പിന്നെ ഷാഡോ പപ്പറ്റ്സ് ഉണ്ട്, നിഴൽക്കൂത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ നമ്മുടെ പഠിച്ചിരുന്ന പാഠപുസ്തകങ്ങളിലും പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഒക്കെ നിഴൽ പാവക്കൂത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷാഡോ പപ്പറ്റ്സ്, അപ്പൊ നിഴല് ഉപയോഗിച്ചിട്ടുള്ള പപ്പറ്റ്സ് ആണ്. അങ്ങനെ ഒരു തുണി വലിച്ചു കെട്ടി അതിന്റെ പിറകില് പപ്പറ്റ്സിനെ വെച്ചിട്ട് നമ്മൾ പാവക്കൂത്ത് നടത്താറുണ്ട്. അതാണ് നിഴൽ പാവക്കൂത്ത് അല്ലെങ്കിൽ ഷാഡോ പപ്പറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സോക്ക് പപ്പറ്റ്സ്, സോക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പപ്പറ്റ്സ് ആണത്. അപ്പോൾ ഇത്തരത്തിലാണ് പപ്പറ്റ്സിനെ, ഇത്തരം ആണ് പപ്പറ്റ്രിയെ നമുക്ക് ഇത്തരത്തിൽ വിഭജിക്കാനാകുന്നുണ്ട്. അപ്പോൾ ഈ പപ്പറ്റ്രി എന്താണ്, പപ്പറ്റ്രി എങ്ങനെ ഉപയോഗിക്കാം, ലാംഗ്വേജ് ക്ലാസ്സിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ചോദ്യം വരുമ്പോൾ തന്നെയും പപ്പറ്റ്സ് തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ അവ ഏതൊക്കെയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ മേഖലയെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട് എന്ന കാര്യം ഇന്റർവ്യൂവറിന് മനസ്സിലാവുന്നുണ്ട്. അല്ലാതെ പൊതുവായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അവയിൽ നിങ്ങളുടെ അവതരണത്തിൽ യാതൊരു വ്യത്യസ്തതയും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈപ്സ് ഓഫ് പപ്പറ്റ്രി എന്നുള്ള ഈ ഒരു സ്ലൈഡ് കൂടി ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പൊ ഇനി ഹൗ ടു യൂസ് പപ്പറ്റ്രി ഇൻ ടീച്ചിങ്, എങ്ങനെയാണ് നമുക്ക് പപ്പറ്റ്രി ടീച്ചിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്? സ്റ്റോറി ടെല്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതായത് ഒരു ലെസണിൻ, ഒരു പാഠഭാഗത്തിലെ ഒരു ആക്ട് എടുത്തിട്ട് കുട്ടികളെ ആ ഒരു ആക്ടിലൂടെ നമുക്കത് കാണിക്കാം അല്ലെ. സ്റ്റോറി ടെല്ലിങ് പപ്പറ്റ്രി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. റോൾ പ്ലേയിങ്, ടീച്ച് സോഷ്യൽ സ്കിൽസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റോൾ പ്ലേയിങ്ങിന് വേണ്ടിയിട്ട് പപ്പറ്റ്രി ഉപയോഗിക്കാവുന്നതാണ്. സയൻസ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പപ്പറ്റ്രി ഉപയോഗിക്കാം. പിന്നെ ലാംഗ്വേജ് ലേണിങ്ങിനകത്ത് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട്, അതായത് ആശയങ്ങൾ നമ്മൾ സംഭാഷണങ്ങളൊക്കെ അവതരിപ്പിക്കുകയാണ് അല്ലെ, പുത്തൻ വാക്കുകളും വാക്യങ്ങളും ഒക്കെ പ്രയോഗിച്ച് പഠിക്കുന്നു. ഇനി സയൻസ് ഡെമോൺസ്ട്രേഷൻ എക്സ്പ്ലെയിൻ കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നമുക്ക് എന്താണ് പപ്പറ്റ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ പപ്പറ്റ്സ് മാത്രമല്ലല്ലോ, മൃഗങ്ങൾ ഉണ്ടാകും, അതുപോലെ പ്ലാന്റ്സ്, ഇതെല്ലാം വരും. അപ്പോൾ ഒരു പ്ലാന്റിന്റെ തന്നെയാണെങ്കിൽ അതിന്റെ ശിഖരങ്ങളും ഇലകളും ഒക്കെ സംസാരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും അല്ലെ. ശാസ്ത്ര നാടകങ്ങൾ പലതരത്തിൽ അവതരിപ്പിക്കപ്പെടാറുണ്ട്. അപ്പൊ അത് പപ്പറ്റ്രി ഉപയോഗിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഓരോ പപ്പറ്റ്രിയുടെ ഓരോ സാധ്യതയും നിങ്ങൾ ഇനി കൂടുതൽ പോയിന്റ്സ് ആലോചിച്ച് നോക്കാം. എൻ്റെ ക്ലാസ്സുകളിൽ ഒന്നും ഞാൻ ഒരുപാട് പോയിന്റുകൾ, അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ കുറച്ച് ഹിന്റുകളാണ് നിങ്ങൾക്ക് തരിക. ആ ഹിന്റുകളെ ഡെവലപ്പ് ചെയ്ത് നിങ്ങൾ വേണം നിങ്ങളുടെ ശൈലിയിലേക്ക് മാറ്റിയെടുക്കാൻ. ആ ഒരു എഫേർട്ട് നിങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ വ്യത്യസ്തമായ രീതിയിൽ ആൻസേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് വ്യൂസ് എടുത്ത് നോക്കുമ്പോൾ എന്തായാലും കാണാൻ കഴിയും. ഒരു 100 പേര് എന്തായാലും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ 100 പേരുടെയും ഉത്തരം ഒരുപോലെ ആവും. അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ എത്ര പേരാണോ കാണുന്നത് അവരുടെ എല്ലാവരുടെയും ഉത്തരം ഒരേ രീതിയിലാകും. അങ്ങനെ വരാതിരിക്കാനാണ് ഒരിക്കലും ഞാൻ ഇത്തരത്തിൽ കാണാതെ പഠിക്കണമെന്ന് പറയാത്തത്. അപ്പൊ നിങ്ങൾ ഏത് ക്ലാസ് കണ്ടാലും, അതായത് UP ഇന്റർവ്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ക്ലാസ് കണ്ടാലും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു നോട്ട് ബുക്കിനകത്ത് പോയിന്റ്സ് എഴുതി വെക്കുക. പോയിന്റ് നമ്മൾ പ്രസംഗത്തിന് അല്ലെങ്കിൽ ലെക്ചർ നോട്ടൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഓരോ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്ത് പോകാറില്ലേ, അതുപോലെ പോയിന്റ്സ് മാത്രം എഴുതി വെച്ച ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഭാഷയിൽ അതിനെ പറഞ്ഞും നിങ്ങളുടെ ആശയങ്ങൾ കൂടി കൂട്ടിച്ചേർത്തും ആ നോട്ടിനെ വിപുലീകരിച്ചും ഒക്കെയാണ് നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. അപ്പൊ നോട്ട്സിൽ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പോയിന്റുകൾ ഓർമ്മ വരും. ആ സമയം ആ പോയിന്റുകൾ കൂടി ആ നോട്ടിലേക്ക് ഉൾപ്പെടുത്തണം. പിന്നീട് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളുടേതായ ഒരു സ്റ്റഡി നടത്തി നോട്ടുകൾ വിപുലീകരിച്ച് അവയെക്കുറിച്ച് പറഞ്ഞു നോക്കണം. ഞാൻ ഈ ഫ്രീ ക്ലാസ്സുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിശദമായി പറയുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിൽ പിന്നെ ജോയിൻ ചെയ്യാനുള്ള ടൈം ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. 25-ാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞത്, ഏപ്രിൽ 25. അത് ഇന്നലെയും ഇന്നും ഒക്കെ വൈകി എൻക്വയറി നടത്തിയ ആളുകളുണ്ട്. അവരെ കണക്കാക്കി ഞാൻ ഈ ഒരാഴ്ച കൂടി അതിനുള്ള സമയം നീട്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മെയ് മാസത്തിന് മുൻപായിട്ട് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ പിന്നീട് വളരെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത് പറയുന്നത്. ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളിലും വേണ്ട പോയിന്റുകളും കാര്യങ്ങളും കൃത്യമായി കിട്ടുന്നതായിരിക്കും. എങ്കിലും എനിക്ക് ടീച്ചിങ് ആസ്പിരൻസിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ടൈം മെയ് മാസത്തിന് മുൻപായിട്ടുള്ള സമയമാണ്. അതിനുശേഷം നമ്മൾ ബാച്ചിലേക്ക് ആളുകളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. കാരണം ഓൾറെഡി വന്ന കുട്ടികളുണ്ട്, അവർ മതി എന്നാണ് ഒരു തീരുമാനം. ഇടയ്ക്ക് ആളുകൾ വരുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാവും, എനിക്കും അത് ബുദ്ധിമുട്ടാവും. നമുക്കൊരു ടെൻഷനാണ് മറ്റുള്ളവരുടെ അത്രയും ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള ടെൻഷൻസും ഒക്കെ വരും. 10 ദിവസം മുമ്പൊക്കെ ആളുകൾ വന്ന് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അത് ഇത്തവണ ഒഴിവാക്കുകയാണ് കേട്ടോ. ഇനി ഹൗ ടു യൂസ് പപ്പട്രി ഇൻ ടീച്ചിങ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എങ്ങനെയാണ് നോട്ടുകൾ തയ്യാറാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃത്യമായ രീതിയിൽ നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകുക. അപ്പൊ UP ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ആയിട്ട് ഒരു നോട്ട് ബുക്ക് നിങ്ങൾ എടുത്തു വെക്കുക കേട്ടോ. പലരും പറയും ജസ്റ്റ് കേട്ടാൽ മതി, പിന്നെ എല്ലാം ഓർമ്മ കാണും, ഇതിന് ഇന്റർവ്യൂവിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടെന്നൊക്കെ. 13-14 മാർക്കാണ് നിങ്ങൾ എവിടെ എത്തും എന്ന് നിർണ്ണയിക്കുന്നത്. നമ്മുടെ അതേ മാർക്കുള്ള ആള് 10-14 മാർക്ക് വാങ്ങുന്നു, നമ്മളൊരു 10-11 മാർക്ക് വാങ്ങുന്നുവെങ്കിൽ നമ്മൾ അവരെക്കാൾ 100ഓളം റാങ്കിന് പിന്നിലേക്കായിരിക്കും പോവുക. അപ്പൊ അതൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായി നമ്മൾ ചെയ്യണം. നോട്ട് കൃത്യമായി നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അത് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ആകെ ബ്ലാങ്ക് ആണെന്ന് നമുക്ക് തോന്നും. ആ സമയം ഒന്ന് മറച്ചു നോക്കാൻ ഈ നോട്ടുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇന്നൊരു ചെറിയൊരു ക്ലാസ് ആണ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത്, ചെറിയ ഒരു ആശയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചത്. ക്ലാസ് എന്നൊന്നും ഞാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മലയാളം ഒക്കെ എടുത്ത ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ വിഷയങ്ങൾക്കും പപ്പട്രി ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന് അതാത് സബ്ജക്റ്റുകാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ അത് നിങ്ങളുടെ സബ്ജക്റ്റിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതൊന്ന് മനസ്സിലാക്കി അതൊരു അസൈൻമെന്റ് പോലെ ചെയ്തു വെക്കുക കേട്ടോ. അതായത് നിങ്ങളോട് നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് രീതിയിൽ എത്തിക്കാം എന്ന് പറയുമ്പോൾ ഈ ഒരു ആശയമൊക്കെ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ അവനവന്റെ സബ്ജക്റ്റ് എങ്ങനെ പപ്പട്രി ഉപയോഗിച്ച് പഠിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കമന്റ് സെക്ഷനിൽ.